ശ്രീഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ അറിയുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ച 2026 ജൂലൈ 24. ഇന്ന് ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷ ദശമി തിഥിയാണ്. ദശമി തിഥി കർമ്മങ്ങളിൽ വിജയം കൈവരിക്കാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. അവിശാഖം നക്ഷത്രമാണ് ഇന്ന്. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഊർജം നൽകുന്നു. രാത്രി 8:12 വരെ ശുക്ലയോഗമുണ്ട്. ഇത് മനസ്സിന് ശാന്തി നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:54 സൂര്യാസ്തമയം വൈകുന്നേരം 7:13 രാവിലെ 10:54 മുതൽ ഉച്ചയ്ക്ക് 12:33 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേടം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 വെള്ളിയാഴ്ച നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അഭിമാനകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ ഒട്ടും മടിക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് വലിയ നേട്ടങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അവരെ ചേർത്തുപിടിച്ച് അഭിനന്ദിക്കുക. ഇന്ന് നിങ്ങൾക്ക് വളരെ ഉന്മേഷം തോന്നുന്ന ദിവസമാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. വൃശ്ചിക രാശിയിലെ ചന്ദ്രൻ്റെ സ്വാധീനം നിങ്ങളുടെ വികാരങ്ങളെ അല്പം തീവ്രമാക്കിയേക്കാം. അതിനാൽ ദേഷ്യം നിയന്ത്രിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. ഗൃഹിണിമാർക്ക് കുടുംബത്തിൽ നിന്നും അംഗീകാരം ലഭിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുരോഗതിയുണ്ടാകും. എന്നാൽ ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും പ്രകൃതിയുമായി ഇണങ്ങി സമയം ചെലവഴിക്കുകയും ചെയ്യുക. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഇന്ന് പക്ഷികൾക്ക് വെള്ളമോ ഭക്ഷണമോ നൽകുന്നത് വലിയൊരു പുണ്യമായി കരുതുക സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ജോഞ്ചിറ്റിതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഏത് ഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 വെള്ളിയാഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതും അവസരങ്ങൾ നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 7-ാം ഭാവത്തിൽ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ വലിയ സാധ്യതയുണ്ട്. ഇതിനകം പ്രണയബന്ധത്തിൽ ഉള്ളവർക്ക് തങ്ങളുടെ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടാകും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ മികച്ചതാണ്. അതിനാൽ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം സമയം ചെലവഴിച്ച് ഈ ദിവസം ആസ്വദിക്കുക. ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ പരിഭ്രമിക്കേണ്ടതില്ല. വൃശ്ചികം രാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം മൂലം ദേഷ്യത്തെയും
അസ്വസ്ഥതകളെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ക്ഷമയും വിനയവും പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ ദിവസം സഹായിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. ഗൃഹിണിമാർക്ക് വീടിനുള്ളിലെ അന്തരീക്ഷം സന്തോഷകരമായി നിലനിർത്താൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. എങ്കിലും ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് കടും നീലനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2:20 മുതൽ 4 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അതിനാൽ ഇന്ന് അർഹരായവർക്ക് സഹായം നൽകുകയോ ധ്യാനിക്കുകയോ ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്തിലാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലോ അതോ സ്വന്തം പുരോഗതിയിലോ കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 വെള്ളിയാഴ്ച നിങ്ങൾക്ക് വളരെ ശാന്തവും സന്തോഷകരവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചികം രാശിയിലും വിശാഖം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും കൂടുതൽ അടുക്കാൻ നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജോലിയുടെ തിരക്കിലായിരുന്ന നിങ്ങൾക്ക് ഇന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ലഭിക്കുന്ന മികച്ച അവസരമാണിത്. നിങ്ങളുടെ രാശിനാഥനായ ബുധന്റെയും വ്യാഴത്തിന്റെയും അനുകൂലമായ സ്ഥാനം നിങ്ങൾക്ക് മാനസികമായ ശാന്തി നൽകും. ഇന്ന് വെള്ള നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ദിവസമാണ്. വിശാഖം നക്ഷത്രത്തിന്റെ സ്വാധീനം നിങ്ങളിൽ ജിജ്ഞാസ വർദ്ധിപ്പിക്കും. എങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ഏകാന്തത ആവശ്യമാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള സംസാരം ബന്ധം കൂടുതൽ ദൃഢമാക്കും. എന്നാൽ വിശാഖം നക്ഷത്രത്തിന്റെ സ്വാധീനം മൂലം സംസാരത്തിൽ അല്പം നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട് അലങ്കരിക്കാനും കുടുംബത്തോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് സമയം ലഭിക്കും. ബിസിനസ് ഉദ്യോഗസ്ഥർക്കും ജോലിഭാരം കുറയ്ക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനേക്കാൾ പഴയ ജോലികൾ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കാൻ സൂക്ഷിക്കുക. ഇന്ന് ആരുമായും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപരിചിതരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ഇന്ന് വൈകുന്നേരം 6:35 മുതൽ 7:45 വരെ ഉള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാം. ഇന്ന് ഏതെങ്കിലും അർഹരായവർക്ക് വെള്ള വസ്ത്രമോ പാലോ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ് ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമാധാനം നൽകുന്ന കാര്യം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കർക്കിടകം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 വെള്ളിയാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 5-ാം ഭാവത്തിൽ വൃശ്ചികം രാശിയിലും വിശാഖം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ശാന്തവും സമാധാനപരവുമാണ്. നിങ്ങളുടെ രാശിനാഥനായ ചന്ദ്രന്റെ ഈ സ്ഥാനം നിങ്ങൾക്ക് മാനസികമായ ഉന്മേഷം നൽകും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഹോബികൾക്കായി സമയം കണ്ടെത്താനും ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ്. ജോലിസ്ഥലത്തോ മറ്റോ ചില ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ അവരോട് പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവരെ
അപ്നതിക്കായ ഇന്ന് ഏറ്റവും വലിയ പ്രതിവിധി വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. വിശാഖം നക്ഷത്രത്തിലെ ചന്ദ്രന്റെ സ്വാധീനം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് നല്ല ദിവസമാണ്. പങ്കാളിയുമായി സമയം ചെലവഴിക്കുക. എന്നാൽ തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർക്ക് വീട്ടുജോലികളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. വീട് മനോഹരമാക്കാനും കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനും സമയം കണ്ടെത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിസ്ഥലത്ത് ക്ഷമ അത്യാവശ്യമാണ്. ആരുമായും തർക്കിക്കാതെ സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കുക. മുതിർന്ന പൗരന്മാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്നൊരു പുണ്യകർമ്മമായി പഴയ സുഹൃത്തുക്കളെ വിളിക്കുകയോ അവരെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യുക. ഇത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. മുൻകരുതലായി ഇന്ന് ആരുമായും തർക്കിക്കരുത്. ദേഷ്യം നിയന്ത്രിക്കുക സുഹൃത്തുക്കളെ. ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ വ്യക്തി ആരാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 നിങ്ങൾക്ക് മാനസികമായി അല്പം പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും നിങ്ങളെ അലട്ടിയേക്കാം. ചിങ്ങം രാശിക്കാർ പൊതുവെ ധൈര്യശാലികളാണെങ്കിലും ഇന്നത്തെ ഗ്രഹനില കാരണം നിങ്ങൾക്ക് അല്പം അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാം. എന്നാൽ വിഷമിക്കേണ്ട, ഈ അവസ്ഥ താൽക്കാലികം മാത്രമാണ്. ഇന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കണം. യുവാക്കൾ ഇന്ന് പ്രണയബന്ധങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. വീട്ടമ്മമാർ ഇന്ന് സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. അമിതമായ ജോലിഭാരം ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി സംയമനം, വിവേകം പാലിക്കുക. ബിസിനസ്സുകാർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ക്രീമാണ്. രാവിലെ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. രാഹുവിന്റെ സ്വാധീനം ശക്തമായതിനാൽ സംരക്ഷണത്തിനായി ഒരു ചെറിയ ലോഹക്കവചം കൂടെ കരുതുന്നത് നല്ലതാണ്. ഇന്ന് ഒരു പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ചിങ്ങം രാശിക്കാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ കന്നിരാശിക്കാരെ, ഇന്ന് ജൂലൈ 24 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെ ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 3-ാം ഭാവമായ വൃശ്ചിക രാശിയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ സ്വഭാവത്താൽ വളരെ അച്ചടക്കമുള്ളവരും യുക്തിചിന്തയുള്ളവരും യാഥാർത്ഥ്യബോധമുള്ളവരുമാണ്. ഭൂമി രാശിക്കാരായതിനാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത ആഗ്രഹിക്കുന്നു. കഠിനാധ്വാനത്തിലൂടെ കഴിവുകൾ വളർത്താൻ നിങ്ങൾ മടിക്കാറില്ല. എന്നാൽ ഗ്രഹനിലയിലെ മാറ്റങ്ങൾ കാരണം കുടുംബത്തിലെ ഒരാൾ നിമിത്തം നിങ്ങൾക്ക് ഇന്ന് നിരാശയോ ദേഷ്യമോ തോന്നിയേക്കാം. അവരെ കർശനമായി ശിക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഉപദേശം ഇതാണ്: കർശനമായ ശിക്ഷയേക്കാൾ നല്ലത് ആശയവിനിമയമാണ്. അവർ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കുക. കാരണം പെരുമാറ്റത്തിൽ മാറ്റം വരുന്നത് ശിക്ഷ കൊണ്ടല്ല, മറിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ശനിയുടെ സ്വാധീനം മൂലം മാനസികമായ തടസ്സങ്ങൾ അനുഭവപ്പെടാം. അത് മറികടക്കാൻ ധ്യാനിക്കുകയോ പുതിയൊരു ഹോബിയിൽ ഏർപ്പെടുകയോ ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ദിവസമാണ്. യുവാക്കൾ ദേഷ്യം നിയന്ത്രിക്കണം. അല്ലാത്തപക്ഷം ബന്ധങ്ങളിൽ വിള്ളൽ വീഴാം.
വീട്ടമ്മമാർ ഇന്ന് വീട്ടുജോലികളിൽ മുഴുകുന്നത് മനസ്സിന് ശാന്തി നൽകും. ജോലി ചെയ്യുന്നവർ മേലധികാരികളുമായി തർക്കിക്കുന്നത് ഒഴിവാക്കുക. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വൈകുന്നേരം നടക്കാൻ പോകുകയും ചെയ്യുക. ഇന്ന് പക്ഷികൾക്ക് തീറ്റയോ വെള്ളമോ നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യമായി മാറും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമാധാനം നൽകുന്ന കാര്യം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിലും വിശാഖം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ പുരോഗതി ദൃശ്യമാകും. നിങ്ങളുടെ കഠിനാത്തിന് മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നല്ല അംഗീകാരം ലഭിക്കും. എന്നാൽ ഈ പ്രശംസയിൽ അമിതമായി ആത്മവിശ്വാസം കൊള്ളരുത്. വിജയം ആസ്വദിക്കുക, പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറാതെ കഠിനാധ്വാനം തുടരുക. നിക്ഷേപകർക്കും ബിസിനസ്സുകാർക്കും ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ ദിവസമാണ്. എങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. എന്നാൽ അനാവശ്യമായ ശ്രദ്ധ കേന്ദ്രങ്ങളിൽ സമയം കളയരുത്. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ മാന്യത പുലർത്തുക, ദേഷ്യം നിയന്ത്രിക്കുക. ഗൃഹിണിമാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. കൃത്യമായ വ്യായാമം ശീലിക്കുക. മുതിർന്നവർ സന്ധിവേദന പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4:25 മുതൽ 6:45 വരെ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ ഉചിതമായ രത്നങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഒരു പുണ്യകർമ്മം ചെയ്യുക, അത് നിങ്ങൾക്ക് വലിയ സമാധാനം നൽകും. സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഏത് ഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ വൃശ്ചികത്തിൽ വിശാഖം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മാനസികമായി അല്പം തളർച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വീടും ജോലിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾ ഇന്ന് ഏറെ കഷ്ടപ്പെടേണ്ടി വരും. ജോലി തിരക്കുകൾക്കിടയിൽ ഒരു നീണ്ട യാത്ര പോകാനോ വിശ്രമിക്കാനോ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ജോലിയുടെ സമ്മർദ്ദം അതിന് തടസ്സമാകും. എങ്കിലും ഈ തിരക്കുകൾക്കിടയിലും സന്തോഷത്തിൻ്റെ ചെറിയ നിമിഷങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്ന നിറം ഓറഞ്ച് ആണ്. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഒരു ചെറിയ മുന്നറിയിപ്പ്: ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. കാരണം ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. ശനി നിങ്ങളുടെ വൈകാരിക വളർച്ചയെ സ്വാധീനിക്കുന്നതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ഇന്ന് നല്ല സംഗീതം കേൾക്കുന്നത് വളരെ ഉത്തമമാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ദിവസമാണ്. വിശാഖം നക്ഷത്രത്തിലെ ചന്ദ്രൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. എങ്കിലും അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിയാതെ നോക്കണം. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിനാൽ പരസ്പരം മനസ്സിലാക്കി പെരുമാറുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ ഏറെ തിരക്കായിരിക്കും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ സ്വന്തം ആരോഗ്യകാര്യങ്ങൾ മറക്കരുത്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമാണ്. ഓഫീസിൽ മേലധികാരികളോട് സംസാരിക്കുമ്പോൾ വിനയം കാത്തുസൂക്ഷിക്കുക. ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. സന്ധിതനയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവഗണിക്കരുത്. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനം ആണോ അതോ ഭാഗ്യം ആണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്.
വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയധനു രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 വെള്ളിയാഴ്ച നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ വളരെ മനോഹരമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ സന്തോഷകരവും പോസിറ്റീവുമായിരിക്കും. നിങ്ങളുടെ സ്വഭാവത്തിലെ ശുഭാപ്തി വിശ്വാസവും പുതിയ കാഴ്ചപ്പാടും ഇന്ന് നിങ്ങളുടെ പങ്കാളിയുടെ ശ്രദ്ധ ആകർഷിക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പോസിറ്റീവ് മനോഭാവം കാരണം ആ പ്രശ്നങ്ങളെല്ലാം ഇന്ന് പരിഹരിക്കപ്പെടും. എങ്കിലും ജോലിയുടെ തിരക്കുകൾക്കിടയിലും കുടുംബത്തിനായി സമയം കണ്ടെത്താൻ ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വെള്ളയാണ്. രാവിലെ 10:15 മുതൽ 11:15 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് പുരോഗതിക്കുള്ള ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനാൽ അവ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി മനസ്സിൽ കൃതജ്ഞത നിറയ്ക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കും. വിവിധ പ്രായത്തിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ റൊമാന്റിക്കായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹിണിമാർക്ക് വീടിനുള്ളിലെ അന്തരീക്ഷം സന്തോഷകരമായി നിലനിർത്താൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയം വർദ്ധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. മുതിർന്ന പൗരന്മാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ നോക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 നിങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇപ്പോൾ വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഇന്ന് ഓരോ സാഹചര്യത്തിലും ക്ഷമയോടെ പ്രവർത്തിക്കുകയും മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം. എല്ലാ വശങ്ങളിൽ നിന്നും വരുന്ന സമ്മർദ്ദം നിങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം. എന്നാൽ നിങ്ങളുടെ വീടും ജോലിസ്ഥലവും സമാധാനത്തിൻ്റെ കേന്ദ്രമായിരിക്കണമെന്ന് ഓർക്കുക. ഇന്ന് ആരോടും സംസാരിക്കുമ്പോൾ വ്യക്തവും സത്യസന്ധവുമായിരിക്കുക. കാരണം തുറന്ന സംഭാഷണത്തിലൂടെ പല സങ്കീർണമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കായി ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് പഠനത്തേക്കാൾ നിങ്ങളുടെ മാനസിക ഏകാഗ്രതയ്ക്ക് മുൻഗണന നൽകുക. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ തിരക്കിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയേക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ നല്ല ദിവസമാണ്. കുടുംബാംഗങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. അത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിഭാരം കൂടുതലായിരിക്കും. എന്നാൽ ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയേക്കാം എന്ന് ഓർക്കുക. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം കാരണം രക്തതപ്തം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ 3:30 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നല്ല സമയമാണ്. ഇന്ന് കടും ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഒരു പ്രധാന മുന്നറിയിപ്പ്:
ഇന്ന് തർക്കങ്ങൾക്കോ സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾക്കോ മുതിരരുത്, അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചേക്കാം. രാഹുവിൻ്റെ സ്വാധീനം കാരണം നെഗറ്റീവ് ഊർജം ഒഴിവാക്കാൻ ഇന്ന് ഒരു പവിത്രമായ വസ്തുവോ രുദ്രാക്ഷമോ കൂടെ കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിധി ആണോ അതോ കർമ്മം ആണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 നിങ്ങൾക്ക് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 10ാം ഭാവത്തിൽ, അതായത് വൃശ്ചിക രാശിയിൽ വിശാഖം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾ കുംഭം രാശിക്കാർ ഒരു ജലവാഹകരെ പോലെയാണ്. ഭൂമിക്ക് ജീവനും ഉന്മേഷവും നൽകുന്നവർ. നിങ്ങളുടെ സർഗാത്മകതയും വിപ്ലവകരമായ ചിന്താഗതിയും ഇന്ന് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തും. ഇന്ന് നിങ്ങൾക്ക് ഒരു അടുത്ത സുഹൃത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു സമ്മാനം ലഭിച്ചേക്കാം. നിങ്ങൾ വളരെക്കാലമായി വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തുവാകാം അത്. അങ്ങനെയെങ്കിൽ ആ സുഹൃത്തിനോട് ഹൃദയംഗമമായ നന്ദി പ്രകടിപ്പിക്കാൻ മറക്കരുത്. കൂടാതെ ആ സ്നേഹത്തിന് തിരികെ എന്തെങ്കിലും നൽകാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമാക്കും. ഇന്ന് നിങ്ങളുടെ ജാതകത്തിൽ ശനി വളരെ ശക്തമായി നിൽക്കുന്നതിനാൽ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ധ്യാനം ശീലിക്കുന്നത് വളരെ നല്ലതാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ദിവസമാണ്. വിശാഖം നക്ഷത്രത്തിലെ ചന്ദ്രൻ നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. എങ്കിലും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളുടെ ദിവസമാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് മാനസിക ശാന്തി നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. അവ സന്തോഷത്തോടെ സ്വീകരിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ശനിയുടെ സ്വാധീനം മൂലം സന്ധിവേദനയോ ക്ഷീണമോ അനുഭവപ്പെടാം. അതിനാൽ അമിതമായ യാത്രകൾ ഒഴിവാക്കുക. ഇന്നത്തെ ശുഭസൂചന: ഇന്ന് പുതിയൊരു കാര്യം തുടങ്ങാൻ സമയം അനുകൂലമാണ്. ഇന്നത്തെ നിങ്ങളുടെ പുണ്യകർമ്മമായി കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. ശ്രദ്ധിക്കുക, ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത പാലിക്കുക. ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ ഭാഗ്യത്തേക്കാൾ കൂടുതൽ കഠിനാധ്വാനത്തിനാണോ അതോ കർമ്മഫലത്തിനാണോ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 24 നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. വൃശ്ചിക രാശിയിലെ ചന്ദ്രൻ്റെ സഞ്ചാരം നിങ്ങളെ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധരാക്കിയേക്കാം. പ്രമേഹ രോഗികൾ ഇന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി പരിശോധിക്കണം. ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ ഇന്ന് ശ്രമിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി വീട്ടിൽ തയ്യാറാക്കിയ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ദിവസവും രാവിലെ നടക്കാനും വ്യായാമം ചെയ്യാനും സമയം കണ്ടെത്തുക. നിങ്ങൾ കുറച്ചുനാളായി വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് അതിന് തുടക്കം കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം മോവ് അഥവാ ഇളം വയലറ്റ് ആണ്. ഉച്ചയ്ക്ക് 3:30 മുതൽ 4:45 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിയുടെ സ്വാധീനം മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. അതിനാൽ ധ്യാനത്തിൽ ഏർപ്പെടുക. ഇന്ന് ഒരു നല്ല പ്രവൃത്തിയായി വീട്ടിൽ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം നേടാൻ ഏറ്റവും അത്യാവശ്യം ക്ഷമയാണോ അതോ കഠിനാധ്വാനമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു.
വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.